യേശുതമ്പുരാന് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് ഈ മണിക്കൂറിൽ ധ്യാനിക്കുക നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സഹനത്തെക്കുറിച്ച്. ആ സഹനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന സമർപ്പണ മനോഭാവത്തെക്കുറിച്ച്. ക്രിസ്തീയ ജീവിതത്തിൽ ആത്യന്തികമായി സഹിക്കാനുള്ള ഒരു വിളിയുണ്ട് എന്ന് നമുക്കറിയാം, അല്ലേ? നമ്മളെല്ലാവരും സഹിക്കുന്നുണ്ട്. സഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? ഇന്നേ വരെ ഒരു സഹനവും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവക്കിയേ. ഒരാൾ പോലും. അതിന്റെ അർത്ഥം നാം എല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഹിക്കുന്നവരാ, അല്ലേ? എത്ര നല്ല ഭർത്താവാണെങ്കിലും ആ ഭർത്താവിനെ കൊണ്ട് പല ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് അമ്മമാരായ നിങ്ങള്, ഭാര്യമാരായ നിങ്ങള് സമ്മതിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളി ഭാര്യ എത്ര നല്ലവളാണെങ്കിലും അവളെ കൊണ്ട് പല സഹനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് ഭർത്താക്കന്മാരും സമ്മതിക്കും, അല്ലേ? അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ചോദിച്ചാൽ മതി, എൻ്റെ മനുഷ്യനെ നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി എന്നാ പറയും? ഉണ്ടായിട്ടുണ്ടോന്നോ, ഇല്ലേ? കാരണം അത് ആരുടെയും ദോഷമല്ല, നമ്മുടെ അസ്തിത്വം തന്നെ മറ്റുള്ളവർക്ക് പലപ്പോഴും അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അല്ലേ? ഈ അമ്മച്ചി ഈ കസേരയിൽ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്നാ? വേറെ ആർക്കും ആ കസേരയിൽ ഇരിക്കാൻ മേല, അല്ലേ? ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ മറ്റാർക്കും ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ മേല. അതുകൊണ്ടാണ് തത്വചിന്തകന്മാർ പറയുക, നമ്മുടെ അസ്തിത്വം തന്നെ പല അർത്ഥത്തിലും മറ്റുള്ളവർക്ക് ഭാരവും ശല്യവും സഹനത്തിന് കാരണവും ഒക്കെ ആയിത്തീരും. വിശ്വാസ ജീവിതത്തിൽ ഈ സഹനം എന്ന് പറയുന്നതിന് വളരെ ആഴമുള്ള അർത്ഥമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ സഹനത്തിന് ദൈവീകമായ അർത്ഥതലമുണ്ട്. കാരണം നമുക്കൊക്കെ ആത്മാർത്ഥമായിട്ട് എന്തുമാത്രം വിശ്വാസം ഉണ്ട് എന്ന് പരീക്ഷിച്ചറിയാൻ ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ സഹനങ്ങൾ തരുന്നു എന്നതാണ് സത്യം. ഒരു സഹനവും ഇല്ല, എല്ലാം ആഗ്രഹിച്ചതുപോലെ നടക്കുന്നു. പ്രതീക്ഷിച്ച വിജയം പരീക്ഷകളിൽ മക്കൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ജീവിത പങ്കാളിയുടെ പരിശ്രമങ്ങളെല്ലാം വിജയിക്കുന്നു. ആഗ്രഹിച്ചതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക എളുപ്പമാണ്. പക്ഷേ സങ്കീർത്തകൻ പാടുന്നത് പോലെ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തരുമ്പോൾ അത് വാങ്ങിയിട്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നമ്മിൽ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. വിശ്വാസത്തെ ശരിയാം വിധത്തില് പരീക്ഷിച്ചറിയാൻ ദൈവം ഓരോ മനുഷ്യന്റെയും ജീവിതത്തില് എന്ത് നൽകുന്നു? സഹനങ്ങൾ നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 4 മുതലുള്ള വാചകങ്ങളിൽ ഈശോ ശിഷ്യന്മാരുമായി നടത്തുന്ന ഒരു സംഭാഷണം. നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക, ഈശോ ആവശ്യപ്പെട്ടു, ഇല്ലേ? അവരെ അന്ത്രയോസ് കാൽക്കുലേറ്റർ എടുത്ത് കണക്ക് കൂട്ടി നോക്കിയിട്ട് പറഞ്ഞു, 5000 പുരുഷന്മാരും ഒരു 5000 ചേടത്തിമാരും അവർക്ക് പിള്ളേർ ഒരു 6-7,000 പിള്ളേരും എല്ലാം കൂടെ കൂട്ടി പരിപ്പുകടയാണെങ്കിലും 8 ഒരെണ്ണം വീതം കണക്ക് കൂട്ടിയാൽ പോലും 200 ദനാറായാകും എന്ന് കണക്ക് കൂട്ടി കണ്ടെത്തി. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, അവർ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ ഈശോ അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതായിരുന്നു. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവന് അറിയാമായിരുന്നു. യേശു ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ദൈവത്തിന് അറിയാം. മറിച്ച് അവിടുന്ന് നമ്മളോട് ഇങ്ങനെ പല ചോദ്യങ്ങളും പല സന്നിഗ്ധാവസ്ഥകളും പല സങ്കടങ്ങളും ജീവിതത്തിൽ അനുവദിച്ചു തന്നോണ്ട് പറയുന്ന കാര്യം എന്താ പറയുക? നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് ദൈവം അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഒരു കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോയി. കൺവെൻഷനിലെ പ്രസംഗ വിഷയം യേശു ക്രിസ്തു ഏക രക്ഷകൻ എന്ന വിഷയത്തെ കുറിച്ച്.
യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്ന വിഷയത്തെക്കുറിച്ച് ഞാനൊരു 2 മണിക്കൂറോളം പ്രസംഗം കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോൾ ഒരു അമ്മച്ചി എന്നെ കാണാൻ വേണ്ടി ഈ സ്റ്റേജിന്റെ താഴെ തന്നെ വന്ന് നിപ്പുണ്ട്. ഈ അച്ഛനോട് 2 പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന മട്ടില്. ഞാൻ അന്വേഷിച്ച് എന്ത് പറ്റി അമ്മച്ചി എന്നാ? അച്ഛൻ പറഞ്ഞല്ലോ യേശു ഏകരക്ഷകന്. യേശു ആരെ രക്ഷിച്ചെന്ന അച്ഛൻ ഇത്രയും നേരം ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷകൻ. അതല്ലേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ അമ്മച്ചി പറഞ്ഞു, ഞാൻ കുറെ കാലമായി അച്ഛൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കെട്ടിയോൻ 24 ദിവസങ്ങള് ക്യാൻസർ ബാധിച്ച് ആശുപത്രി കിടന്നു. അറിയാൻ വളരെ വൈകി. അറിഞ്ഞ് അന്ന് മുതൽ ഞാൻ കണ്ണീരോടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങന്റെ രക്ഷകനല്ലേ, അങ്ങ് ഇടപെടിയേല്. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും കണ്ണിച്ചോരയില്ലാത്ത കർത്താവ് കൈവിട്ടച്ച. അത് ഞാൻ മരിച്ചിട്ടിപ്പം 31 ദിവസമായി. ഞാൻ ഈ കൺവെൻഷൻ കൂടാൻ വന്നപ്പോൾ എല്ലാ അച്ഛന്മാരും പറയും, യേശു രക്ഷകൻ, യേശു എല്ലാ വേദനയ്ക്കുമുള്ള ഉത്തരം, യേശു എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം. നിങ്ങൾ അച്ഛന്മാർക്ക് ഇങ്ങനെ പറയാം, പക്ഷേ രക്ഷ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇത്രയും കഠിനമായി പ്രതികരിക്കുന്നവർ ഒരുപക്ഷെ ഈ കൂട്ടത്തില് ഉണ്ടാകാൻ വഴിയില്ല. പാലാക്കാര് പൊതുവെ വിശ്വാസ തീഷ്ണതയുള്ളവരായിട്ടാണ് അറിയപ്പെടുക. ഞങ്ങളും പണ്ട് പാലായിൽ നിന്ന് പോയവരാണ്. അതുകൊണ്ട് പാലാക്കാരെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ മതിപ്പും സ്നേഹവും ഒക്കെ ഉണ്ട്. ഏതാണെങ്കിലും നിങ്ങൾ അത്രയും രൂക്ഷമായി പ്രതികരിച്ചില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ, ഞാൻ വിചാരിക്കുന്നു വിശ്വാസ ജീവിതത്തില് നമുക്കൊക്കെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു പ്രതിസന്ധി ഇത് തന്നെയാണ്. ദൈവം രക്ഷിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നു, ദൈവം പരിപാലിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തമ്പുരാനെ എന്ത് നീ ഇടപെടാത്തത് എന്ന് ന്യായമായും നമ്മൾ സംശയിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഈ മനുഷ്യജീവിതത്തിലെ സഹനങ്ങളെ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകും, എല്ലാ സഹനവും ആത്യന്തികമായി അർത്ഥമുള്ളതാകുന്നത് യേശു മിശിഹായുടെ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഈ കുരിശെന്ന വലിയ സത്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സഹനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ വിചിന്തനങ്ങള് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ അവതരിപ്പിക്കും. സഹനം, സ്നേഹമുള്ളിടത്ത് സഹനം വഴിമാറി നിൽക്കുന്നു എന്നാ എനിക്ക് ആദ്യമേ പറയാനുള്ള ആശ. എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹനം വഴിമാറി നിൽക്കും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഉദാഹരണങ്ങൾ പറയും. ഞാൻ ഒരു ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരു അമ്മച്ചിയുണ്ട്. ഒരു അമ്മച്ചി കൊച്ചിനെ എടുത്തുകൊണ്ട് താഴോട്ട് ഇറങ്ങും. അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രായമൊന്നുമില്ല, എന്നെക്കാളും പ്രായം കുറവാണ്. ഒരു 35-40 വയസ്സുള്ള ഒരു മധ്യവയസ്കയായ സ്ത്രീ. അത് കുരുടാണ്, അതിന് പൊക്കം വളരെ കുറവാണ്. ഈ പൊക്കം കുറഞ്ഞ ഈ സ്ത്രീ അതിന്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് താഴെ 2 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയപ്പം കണ്ടക്ടർ വിചാരിച്ചു ഇത് പോയി കഴിഞ്ഞു കാണും എന്ന് വിചാരിച്ച് മണിയടിച്ച് ഇതിനെ കാണാത്തോണ്ട്. യഥാർത്ഥത്തിൽ ഇത് താഴത്തെ സ്റ്റെപ്പയിൽ എത്തിയതേ ഉള്ളൂ, ഇത് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. മണിയടിച്ച് വണ്ടി അങ്ങ് നീങ്ങാൻ തുടങ്ങുകയും ഇത് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് റോട്ടിലേക്ക് എടുത്തിയാടി. കണ്ടക്ടർ പെട്ടെന്ന് മണിയടിച്ചു, ആളുകൾ ഒച്ചയെടുത്തു. ആകെ ഉത്കണ്ഠാജനകമായ നിമിഷങ്ങള്. ഞങ്ങളെല്ലാം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നോക്കി, അമ്മച്ചിക്ക് എന്തു പറ്റി? ഞാൻ കണ്ടു, താഴേക്ക് വീണപ്പോൾ 2 കൈയും കൊണ്ട് തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് മുഖം ചെന്ന് ഈ ടാറിട്ട റോട്ടിൽ അടിച്ച് വീണു. അവൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. നെറ്റി വിണ്ടു കീറിയിട്ടുണ്ട്, അതിലെ ചോര ഒഴുകി തുടങ്ങി, മൂക്കിക്കടയും വായിക്കടയും എല്ലാം ചോര വരാൻ തുടങ്ങി. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ അമ്മ എഴുന്നേറ്റ പാടെ ചെയ്തത് താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച കുഞ്ഞിനെ വിടർത്തി പിടിച്ചൊന്ന് നോക്കി. അവൻ എന്നാ പറ്റിയത്? കൊച്ചിനൊന്നും പറ്റിയില്ല. കാരണം ഈ അമ്മ കൊച്ചിനെ 2 കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് ചെന്ന് വീണത് കൊണ്ട് ഈ കുഞ്ഞിനൊന്നും പറ്റിയില്ല. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക്, ചോരവാർന്ന മുഖത്തോടെ ഈ അമ്മ പുഞ്ചിരിയോട് നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹനം വഴിമാറി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ശരിയല്ലേ? സ്നേഹമുള്ളവർക്ക് വേണ്ടി സഹിക്കാൻ നമുക്ക് വിഷമമൊന്നുമില്ല, ഇതൊരു സത്യമാണ്. വേറൊരു പടത്തിന്റെ കഥയും കൂടി ഞാൻ പറയും.
ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് അവിടെ താമസിക്കാൻ തരുന്ന മുറിയുടെ സുന്ദരമായൊരു പെയിന്റിംഗ് ഉണ്ട്. ഈ പെയിന്റിങ് നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ള ഒരു പെയിന്റിങ്ങാണ്. 8 വയസ്സോളം പ്രായമുള്ള ഒരു കൊച്ച്, അതിൻ്റെ ഇളയതിന് ഒരു 6 വയസ്സ് പ്രായം കാണും. ഈ 6 വയസ്സ് പ്രായമുള്ള ഈ കൊച്ചിനെ ചുമന്നുകൊണ്ട് നടക്കും. ഈ ഇളയതിൻ്റെ 2 കാലും പോളിയോ വന്ന് ശോഷിച്ചു പോയത്, അതിന് നടക്കാൻ മേൽ. അതുകൊണ്ട് ഈ മൂത്തവൻ ഇളയതിനെ എടുത്ത് ഒക്കത്ത് വെച്ച് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ചേന്തി വലിഞ്ഞ് നടക്കുക. കാരണം ഒരു കൈയിൽ ഭിക്ഷാപാത്രം, കാരണം 2 വയറ് നിറയാനുള്ള വക കണ്ടെത്തണം. മറുകൈ കൊണ്ട് തൻ്റെ ഇളയതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ വില്ലുപോലെ വളഞ്ഞാ നിൽക്കും. 8 വയസ്സുകാരൻ 6 വയസ്സുകാരനെ ചുവന്നാലത്തെ അവസ്ഥ അമ്മമാർക്ക് ഊഹിക്കാവുന്ന അല്ലേ? എന്തൊരു വലിയ ചുമടാ അത്. പക്ഷെ ഈ പടം വരച്ച കലാകാരൻ ഈ പടത്തിന് അതീവ സുന്ദരമായ ഒരു അടിക്കുറിപ്പ് എഴുതി. അതിങ്ങനെയാണ്: ഹീ എയിൻഡ് ഹെവി ബിക്കോസ് ഹീ ഈസ് മൈ ബ്രദർ. അവന് ഭാരമില്ല, കാരണം അവൻ എൻ്റെ സഹോദരൻ. അവന് ഭാരമില്ല, കാരണം എന്താ കാരണം? അവൻ എൻ്റെ സഹോദരനാ. എൻ്റെ ആത്മാവോളം ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സഹിക്കേണ്ടി വന്നാൽ അതിൽ എനിക്ക് ചാരിതാർത്ഥ്യമേ ഉള്ളൂ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചതിൻ്റെ കണക്കുകൾ എണ്ണിപ്പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ സ്നേഹം സമ്പൂർണമായില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, ഇല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സഹിച്ചതിൻ്റെ കണക്കുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഒരിക്കല് ഒരു വീട്ടില് എൻ്റെ ഇടവകയിലെ 2 വീട്ടുകാർ തമ്മിലുള്ള ഒരു വഴക്ക് മധ്യസ്ഥം വഹിച്ച് തീർക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ ഒരു വിഷമം ഇതാണ്: എൻ്റെ അച്ഛ, ഇവൻ അറ്റായിക്ക് വന്ന് വായിന്ന് നാക്കും വെളിയിലിട്ട് കയ്യും കാലും ഇട്ട് അടിച്ചു കിടന്നപ്പോൾ ഇവന്റെ പിള്ളേരില്ല, ഒരു മിടുക്കന്മാരും അടുത്തില്ല. ഞാൻ സമയത്ത് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ ഇന്നീ മിടുക്ക് പറയാനുണ്ടാകുമായിരുന്നു. എന്നിട്ട് ഇവന്റെ ജീവൻ രക്ഷിച്ച് എന്നോട് നന്ദി എന്നൊരു വാക്കുപോലും ഈ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അച്ചു, ഇവനൊക്കെ വെറും മൃഗമാണ്. ഈ ചേട്ടൻ രോഷാകുലനായി, വാചാലനായി. ഞാൻ വിചാരിച്ചു, നന്ദി എന്ന ഒരു വാക്കിന് വേണ്ടിയാണ് ഈ മനുഷ്യൻ ഈ മഹാത്യാഗം ചെയ്തത്, ഇല്ലേ? എൻ്റെ പിള്ളേർ എന്നോട് നന്ദി കാണിച്ചില്ല എന്ന് അമ്മമാര് അപ്പന്മാര് ചിന്തിച്ചു തുടങ്ങുമ്പോഴും അപകടം ഇതാ: എവിടെ സ്നേഹം സമ്പൂർണമാകുന്നുവോ അവിടെ യാതൊന്നും തിരികെ പ്രതീക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. ഒന്ന് വലതുകര ഉയർത്തി എല്ലാരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ സ്നേഹം പൂർണ്ണമാകുന്നുവോ, മിശിഹാ തമ്പുരാന്റെ കുരിശിൽ നമ്മൾ കാണുന്നൊരു സത്യം ഇതാണ്. മിശിഹാ തമ്പുരാന്റെ കുരിശിനെ കുറിച്ച് വിവരിക്കുമ്പോൾ ഫുൾട്ടൻ ഷീൻ എന്ന് പറഞ്ഞ വലിയൊരു മെത്രാണിച്ചനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്ന ഒരു സംഭവം: പിതാവിന്റെ സ്വന്തത്തിലോ ബന്ധത്തിലോ എങ്ങാണ്ട് പെട്ട ഒരു കൊച്ചിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, മോന് എന്നെ ഇഷ്ടമാണോടാന്ന് ചോദിച്ചു. ഞങ്ങൾ ഈ അച്ഛന്മാര് ഞങ്ങളുടെ അനിയന്മാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ പിള്ളേർക്ക് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ലഡു ജിലേബിയൊക്കെ മേടിച്ചു കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചാൽ ഇവൻ ഞങ്ങളുടെ വയസ്സനാം കാലത്ത് ഇവന്മാരുമല്ലോ ഞങ്ങളെ നോക്കും എന്നുള്ളൊരു സ്വാർത്ഥത കൊണ്ടാണ്. പക്ഷെ അവനൊക്കെ അവന്റെ അപ്പനെ പോലും നോക്കിയല്ല, പിന്നെ ഞങ്ങളെ നോക്കുവോ? എന്നാലും ചുമ്മാ മോഹിച്ച് ഞങ്ങളങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ ലഡുവും ജിലേബിയും കൊടുത്ത ഈ പിതാവ് ഈ കൊച്ചിനോട് ചോദിച്ചു, എടാ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? കൊച്ചൻ പറഞ്ഞു, അതെന്നാ ചോദ്യം വെച്ചാൽ പിതാവിന് എനിക്ക് ഇഷ്ടമല്ലേ, ഭയങ്കര ഇഷ്ടമാ. ആഹാ, എന്നാ നീ പറ എന്തീരും ഇഷ്ടമുണ്ട്. കൊച്ചുങ്ങൾ സാധാരണഗതിയിൽ എല്ലാം ഉരുട്ടിയാ കാണിക്കുക, അല്ലേ? ഈവൻ ഉരുട്ടി കാണിച്ചു. ഒരു കാടമുട്ടയുടെ വലിപ്പത്തിൽ ഇവൻ ഉരുട്ടി. എൻ്റെ കൈ കൊണ്ട് പിടിച്ച ആ കാടമുട്ടയുടെ വലിപ്പം കിട്ടിയല്ല, വലിയ കൈയായതുകൊണ്ട് കൊച്ചിന്റെ കൈ കൊണ്ട് അവൻ പിടിച്ച് കാണിച്ചു, ഇത്രയും സ്നേഹമുണ്ടെന്ന്. പിതാവ് അവനെ പ്രകോപിപ്പിച്ച് പറഞ്ഞ, അയ്യടാ ഒരു സ്നേഹക്കാരൻ വന്നേക്ക്, ഇതൊക്കെയാ സ്നേഹം? ഈ കാടമുട്ടയുടെ വലിപ്പത്തിൽ സ്നേഹം കാണിച്ചിട്ട് സ്നേഹം എന്നതാടാ അതൊക്കെ? കൊച്ചിന് തോന്നി അത് തീരെ കുറഞ്ഞു പോയി, ഇച്ചിരൂടെ മുഴുത്ത സ്നേഹം കാണിക്കേണ്ടതായിരുന്നു. അവൻ തിരുത്തി. അവൻ കൈ ഇച്ചിരൂടെ അകത്തിയിട്ട് പറഞ്ഞു, എനിക്ക് പിതാവിനോട് ഇത്രയും ഇഷ്ടമുണ്ട്. ഒരു പുട്ടുംകുറ്റിയുടെ വലിപ്പത്തില് അവൻ ഈ സ്നേഹം വിടർത്തി കാണിച്ചു.
പിതാവ് പറഞ്ഞു, അതൊന്നും സ്നേഹമല്ലടാ, നിനക്ക് മറ്റുള്ളവരോടൊക്കെ എന്നാ സ്നേഹമാ, അതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് ഒന്നും തരാൻ പോകുന്നില്ല. ഇനി ലഡുവില്ല, ജിലേബി ഇല്ല, ഒന്നുമില്ല. വെറുതെ എന്റെ കാശും കളഞ്ഞു, നേരവും കളഞ്ഞു, മെനക്കേട്. പിതാവ് കൊച്ചിനെ പ്രകോപിപ്പിച്ചപ്പോ കൊച്ചിന് ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമം ഈ കൊച്ചിന്. അവന് പിതാവിന് ഇഷ്ടമാ, പക്ഷെ അത് എന്തീരം ഉണ്ടെന്ന് പറഞ്ഞാലേ ഇത് ഞാൻ തൃപ്തിയാവുക, അത് കൊച്ചിനറിയത്തില്ല. അതുകൊണ്ട് ഈ കൊച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, അവന്റെ കണ്ണങ്ങ് നിറഞ്ഞു. അവൻ ഈ സ്നേഹം വെളിപ്പെടുത്താൻ ഒരു വഴിയും കാണാതെ അവന്റെ കണ്ണങ്ങ് നിറഞ്ഞു. എന്നേച്ചിട്ട് അവൻ കൈ രണ്ടും പരമാവധി അങ്ങ് വിടർത്തി. ഇത്രയും വിടർത്തി പറഞ്ഞേച്ചിട്ട് അവൻ പറഞ്ഞു, എനിക്ക് പിതാവിനെ ഇത്രയും ഇഷ്ടമാണ്. എന്നിട്ട് ശീൻമെത്രാൻ പറയുക, അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ക്രൂശിതന്റെ വിടർന്ന കരങ്ങളുടെ അർത്ഥം വായിച്ചെടുത്തു. അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ക്രൂശിതന്റെ വിടർന്ന കരങ്ങളുടെ അർത്ഥം വായിച്ചെടുത്തു. ഓരോ ക്രൂശിത രൂപവും മനുഷ്യരായ നമ്മെ നോക്കി ദൈവം വിളിച്ചു പറയുന്ന സനാതനമായൊരു സത്യത്തിന്റെ സാക്ഷ്യമാണ്. അല്ലയോ സഹോദര, സഹോദരി, ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മിശിഹാ തമ്പുരാൻ ഇരുകരങ്ങളും വിടർത്തി നിൽക്കുന്ന കുരിശുരൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സഹനവും ചെന്നെത്തുന്ന സമ്പൂർണതയുടെ കേന്ദ്രമെന്നത് മിശിഹാ തമ്പുരാന്റെ കുരിശാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. മിശിഹാ എന്തുകൊണ്ട് സഹിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. എന്തിനു വേണ്ടി അവൻ സഹിച്ചത്? മനുഷ്യനോടുള്ള വലിയ സ്നേഹത്തെ പ്രതി. ആരുടെയെല്ലാം ഹൃദയത്തിൽ സ്നേഹമുണ്ടോ അവരെല്ലാം പരാതി കൂടാതെ, പരിഭവം കൂടാതെ സഹിക്കുന്നു. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു അൽഫോൻസാമ്മയുടെ ഗന്ധമുള്ള നാടാണ് പാല, അല്ലേ? ഈ പ്രദേശം, ഈ രൂപത അനുഗ്രഹീതമാണ്. ഭാരത സഭ കണ്ടതില് ഏറ്റവും മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു കന്യാസ്ത്രീ അമ്മയുടെ സ്വരമുയർന്ന പാദം പതിഞ്ഞ വിശുദ്ധ ഭൂമിയിലാണ് നമ്മളായിരിക്കുക. അത്രയും സുന്ദരമായി ഈ നാട് നൽകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം വളരെ ലളിതമാണ്. വൻ കാര്യങ്ങളൊന്നും ആ അമ്മ ചെയ്തതായിട്ട് എന്തായിരുന്നു അൽഫോൻസാമ്മയുടെ പണിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. താമരശ്ശേരി രൂപത അവരുടെ രൂപത മധ്യസ്ഥയായ അൽഫോൻസാമ്മയെ തെരഞ്ഞെടുത്തേക്ക്. അവരുടെ ജൂബിലി വർഷം പ്രമാണിച്ച് ഈ വർഷം അൽഫോൻസ വർഷമായിട്ട് ആഘോഷിച്ചപ്പോൾ അതേക്കുറിച്ച് അൽഫോൻസാമ്മയുടെ ജീവിത ദർശനത്തെ കുറിച്ച് സംസാരിക്കാൻ 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ പോകുന്ന വഴിക്ക് ആലോചിച്ച്, ഈ അൽഫോൻസാമ്മയ്ക്ക് എന്താ ജീവിത ദർശനമുള്ളത്? ഒരു ജീവിതം തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഈ അൽഫോൻസാമ്മയ്ക്ക് ജീവിത ദർശനമുള്ളത് എന്ന്. വൻകാര്യങ്ങൾ ഒന്നും ഈ അമ്മ ചെയ്തതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ജീവിതത്തിന്റെ വേദനകള് ദൈവസ്നേഹത്തിൽ ചാലിച്ച് തമ്പുരാനുള്ള കാണിക്കയായി സമർപ്പിച്ചപ്പോൾ ഈ അമ്മയെ കുറിച്ച് സ്വർഗം പറഞ്ഞു. ഭാരതം കണ്ടതില് ഏറ്റവും മഹോന്നതമായ ക്രിസ്തീയ ജീവിതം നയിച്ചത് ആരാണ്? അൽഫോൻസാമ്മയാന്ന്. എത്രയോ സമർത്ഥരായ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഈ നാട്ടിൽ, അല്ലേ? കോളേജ് പ്രിൻസിപ്പൽമാരായത്, വലിയ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുള്ളവര്, എന്തെല്ലാം സമർത്ഥര് ഈ നാട്ടിൽ ഉണ്ടോ? അച്ഛന്മാർക്ക് വല്ല കുറവുണ്ടോ? അല്ല മെത്രാണിച്ചന്മാർക്ക് വല്ല കുറവുണ്ടോ? പക്ഷെ ഇവരെ എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവം പറഞ്ഞ എന്നതാ, ഓക്കെ മിടുക്കന്മാരായിരിക്കും, കൊള്ളാം, നല്ലത്. പക്ഷേ ഞാൻ പ്രസാദിച്ച എൻ്റെ ഏറ്റവും സംപ്രീതയായ പുത്രി ആരാണ്? ഈ സഹനത്തെ സമർപ്പണമായി ദൈവത്തിരുമുമ്പിൽ കാഴ്ചവെക്കാൻ പഠിച്ചവൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനത്തെ ദൈവസ്നേഹത്തെ പ്രതി സമർപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം, വിശ്വാസ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, ദൈവസ്നേഹത്തെ പ്രതി ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ തമ്പുരാനുള്ള കാണിക്കയായി സമർപ്പണമായി നാം കാഴ്ചവെക്കുമ്പോഴാണ്. ആ തലത്തിലെത്തിയാലേ ഈ സഹനത്തിന് അർത്ഥമുള്ളൂ.
അതുവരെയും ഈ സഹനം അസ്വസ്ഥത ജനിപ്പിക്കുന്നത്. ഈ പല സഹനങ്ങളുടെയും ആത്യന്തികമായ അർത്ഥം മനുഷ്യന് കണ്ടെത്താൻ തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ സത്യം. മനുഷ്യജീവിതത്തിലെ പല സഹനങ്ങളുടെയും അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിനെ ജീവിത മധ്യത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു അമ്മച്ചിയുടെ ദുഃഖം. ഈ അടുത്ത നാളുകളിൽ ഞാൻ പങ്കെടുത്ത ഏതാനും മൃതസംസ്കാര ശുശ്രൂഷകൾ വളരെ കരളലിയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഒരു ഭർത്താവ് പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിത പങ്കാളിയെ വിട്ടുപേക്ഷിച്ച് 30-ാം വയസ്സിൽ അന്ത്യയാത്ര പറഞ്ഞു പോകുമ്പോൾ ബുദ്ധിമാന്ദ്യം ബാധിച്ച ആ കുഞ്ഞുങ്ങള് അപ്പന്റെ മൃതശരീരത്തിൽ തട്ടിക്കൊണ്ട് വിളിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ചരമപ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ സ്വരം ഇടറിപ്പോയത് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ അധികം പ്രസംഗിക്കാതെ നിർത്തി. കാരണം മനുഷ്യന്റെ സഹനത്തിന്റെ ആത്യന്തികമായ അർത്ഥം കണ്ടെത്താൻ ആർക്കാ കഴിയുക? ഈ 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇടവക വികാരിച്ചൻ എന്നെ വിളിച്ചു, അച്ഛനൊരു ചരമപ്രസംഗം പറയാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ വരുമോ എന്ന്. ചരമപ്രസംഗം പറയാൻ അങ്ങനെ ദീർഘദൂരമൊന്നും ആരും യാത്ര ചെയ്ത് പോകാറില്ല. അത് അവിടെയുള്ള അച്ഛന്മാരാരേലും പറയുകയും. ഞാൻ ചോദിച്ചു, അതെന്ത് ചരമപ്രസംഗം പറയാൻ എന്നെ വിളിക്കുക? അതേ അച്ഛ, ഇവിടെ ഒരു കുടുംബത്തിൽ തന്നെ 2 കുഞ്ഞുങ്ങള് വ്യത്യസ്തമായ അപകടങ്ങളിൽപ്പെട്ട് ഒരേ ദിവസം മരിച്ചു. ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ എനിക്ക് പോലും സാധിക്കുന്നില്ല. ഈ ഇടവകയിലെ സകല മനുഷ്യരുടെ വിശ്വാസത്തെ ഇത് ബാധിച്ചിട്ടുണ്ട്. അവർക്ക് വിശ്വാസത്തിൽ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അച്ഛനെ? അതിനുവേണ്ടി ഞാൻ അച്ഛനെ വിളിക്കും. ഞാൻ പറഞ്ഞു, ഞാനും വരികയില്ല, എനിക്കും അറിയത്തില്ല. 2 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കാൻ ക്രൂശിതനായ മിശിഹാ തമ്പുരാനല്ലാതെ ആർക്കെങ്കിലും കഴിയുവോ എന്ന് ചോദിച്ചാല് സാധിക്കുകയല്ല, ഇല്ലേ? നമ്മൾ പലപ്പോഴും സാരമില്ല എന്നൊക്കെ പറയും, ഇല്ലേ? ഭർത്താവ് മരിച്ചുപോയ ഭാര്യയെ ചെന്ന് അയലോക്കത്തെ ചേർത്തി പറയും, സാരമില്ലടി എന്ന് പറയും, ഇല്ലേ? സാരമില്ലാത്ത ആർക്കാ? ഈ അയലോക്കത്തെ ചേർത്തിക്ക് സാരമുള്ള കാര്യമല്ല, മരിച്ചത് ഇവളുടെ ഭർത്താവ്. പക്ഷേ ഓരോ നഷ്ടങ്ങളും വലിയ സാരമുള്ളതാണ്, സങ്കടകരമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ കരയുക. ഈ ഉത്തരം കിട്ടാത്ത സഹനത്തിന്റെ സമസ്യയ്ക്ക് മുമ്പിൽ മനുഷ്യൻ പതറി നിന്നു പോകാറുണ്ട് ജീവിതത്തിൽ. എന്തിനു വേണ്ടി മനുഷ്യൻ ഇങ്ങനെ സഹിക്കണം? പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്, വൈ ഷുഡ് ഹ്യൂമൻ ബീയിങ്സ് അണ്ടർഗോ സഫറിങ്? എന്തുകൊണ്ടാണ് മനുഷ്യര് സഹിക്കേണ്ടി വരും? എന്തുകൊണ്ടാ? പല കാരണങ്ങളുണ്ടാകാം സഹനത്തിന്. ചിലപ്പോൾ മനുഷ്യനായിരിക്കുന്ന മനുഷ്യൻ ജീവിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങളുടെ പേരിൽ മനുഷ്യൻ സഹിക്കാൻ നിർബന്ധിതനായി തീരുന്നു. വിഖ്യാതനായ സോക്രട്ടീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? സോക്രട്ടീസ് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച ഒരു മനുഷ്യനാണ്, വലിയ തത്വചിന്തകൻ. ഈ തത്വചിന്തകനായ സോക്രട്ടീസിന് പല എതിരാളികളുമുണ്ട്. സോക്രട്ടീസ് നന്മയും സത്യവും നീതിയും ഒക്കെ പറഞ്ഞപ്പോൾ സോക്രട്ടീസിനെ ഇല്ലായ്മ ചെയ്യാൻ കുറെ പേര് തീരുമാനിച്ചു. ഗ്രീസിലാണ് ഇദ്ദേഹത്തിന്റെ ദേശം. ഇങ്ങനെ നാട്ടിലെ പ്രമാണിമാരെല്ലാം കൂടി ഒരുമിച്ചുകൂടി സോക്രട്ടീസിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഒരു പാത്രം വിഷം കൊണ്ട് കൊടുക്കുക, വിഷം കുടിച്ച് സോക്രട്ടീസ് മരിക്കണം, ഇതാണ് ശിക്ഷാവിധി. വിഷം കുടിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ശിഷ്യൻ ചെന്ന് സോക്രട്ടീസിനോട് പറഞ്ഞു, ഇതേ സോക്രട്ടീസേ, ഗുരുവേ, അങ്ങ് എന്തിനാ ഇത്രയും വാശി പിടിക്കുക? അവര് പറയുന്നതൊക്കെയാണ് ശരിയെന്നും അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മേലെ ജീവിതത്തിൽ എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് കഷ്ടപ്പെടുക? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ജീവിതം തന്നെ വീണ്ടെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യാൻ മേലാത്തത് എന്നാണ് ശിഷ്യന്റെ ചോദ്യം. സോക്രട്ടീസ് അതിന് പറഞ്ഞ ഉത്തരം വളരെ വ്യക്തമാണ്. ശിഷ്യ, എന്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ നാളിതുവരെയും ഞാൻ ജീവിച്ച ജീവിതത്തിന്റെ മൂല്യങ്ങൾ അത്രയും തെറ്റായിരുന്നു എന്നേറ്റുപറഞ്ഞ് തിന്മയുടെ വ്യക്തികളും വക്താക്കളുമാണ് ശരിയെന്ന് സമ്മതിച്ച് എൻ്റെ ജീവിതത്തെ എനിക്ക് തള്ളിപ്പറയാം. അതല്ല എങ്കിൽ നാളിതുവരെയും ജീവിച്ച മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഈ മരണമെന്ന സഹനത്തെ സ്വീകരിക്കാം. ഏതാ വേണ്ടത് എന്ന് ചോദിക്കും.
സോക്രട്ടീസ് ചോദിക്കുന്നൊരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ജീവിതത്തില് ചിലതിനോടൊക്കെ നോ എന്ന് പറയേണ്ടി വരുമ്പോൾ, വേണ്ട എന്ന് പറയേണ്ടി വരുമ്പോൾ സഹനങ്ങൾ ജീവിതത്തില് സ്വാഭാവികമായും സംഭവിക്കും. വേണ്ട എന്ന് പറയാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ, ഇല്ലേ? മനുഷ്യന് മാത്രമേ വേണ്ട എന്ന് പറയാനുള്ള കഴിവുള്ളൂ, ഇല്ലേ? പച്ചമീൻ വെട്ടിവെച്ചത് പൂച്ചയുടെ മുമ്പിൽ വെച്ചു കൊടുത്താൽ, ഓ ഇന്ന് ഫാസ്റ്റിംഗ് ഡേ ആണല്ലോ, ഉപവാസ ദിവസമാണല്ലോ, വെള്ളിയാഴ്ച ഉച്ചനേരമല്ലേ എന്ന് ഏതെങ്കിലും പൂച്ച വിചാരിക്കുവോ? പൂച്ച വിചാരിക്കുകയല്ല. പൂച്ചയ്ക്ക് വേണ്ടാന്ന് വെക്കാൻ അറിയത്തില്ല. പച്ചപ്പുല്ല് വെട്ടി അരിഞ്ഞ് പശുവിന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്താല് പശു വിചാരിക്കുവോ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണല്ലോ, അല്ലെ വിഭൂതിയാണല്ലോ, ഇന്ന് ഭക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണല്ലോ എന്ന് ഏതെങ്കിലും പശുവിന് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? പറ്റിയല്ല. പ്രിയപ്പെട്ടവരെ, അത് സ്വാഭാവികമാണ്. വേണ്ട എന്ന് പറയാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? മനുഷ്യനേ ഉള്ളൂ. മനുഷ്യന്റെ ഈ കഴിവാണ് നന്മയിലേക്ക് വളരാനുള്ള അവന്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കഴിവ്. ആ മരത്തിന്റെ പഴം തിന്നണ്ട എന്ന് ദൈവം ആദത്തോടും ഹവ്വായോടും പറഞ്ഞപ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ആദത്തിനും ഹവ്വായിക്കും ഉണ്ടായിരുന്നു. വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിവുള്ളവര് വേണം എന്ന് തീരുമാനിച്ചു. മനസ്സിലാകുന്നോ? സാഹോദര്യത്തെ, സ്നേഹത്തെ, അയൽവക്ക ബന്ധങ്ങളെ ഒക്കെ വിശുദ്ധമായ കണ്ണിലൂടെ കാണേണ്ടവര് അത് കാണണ്ട എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാല്, പണത്തോട് അമിതമായ ആർത്തി വേണ്ട എന്ന് ചിന്തിക്കാൻ കഴിവ് ദൈവം തന്നപ്പോൾ അത് വേണ്ട, എനിക്ക് പണം മതി എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറിയപ്പോൾ വേണ്ട എന്ന് പറയാനുള്ള മനസ്സിന് ദൈവം നൽകിയ വരപ്രസാദത്തെ നഷ്ടമാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപം ജനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷ് ഭാഷയിൽ ഓരോ വാക്കിന് സ്പെല്ലിംഗ് ഉണ്ട്, ഇല്ലേ? ഓരോ വാക്കിന്റെയും സ്പെല്ലിംഗ് ഉണ്ട്. ബസ് എന്ന് എഴുതുന്നതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? ബസ് എന്തെന്നാ? BUS ആണ്. അപ്പൊ ഒരു കൊച്ച് പറഞ്ഞു, ഇതെന്നാ സ്പെല്ലിങ്, ഇങ്ങനത്തെ സ്പെല്ലിംഗ് ഒക്കെ ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാൻ എഴുതാൻ പോകുന്ന ഇനി മുതൽ ബസ് എന്ന് പറഞ്ഞാല് BAS എന്ന് എഴുതുള്ളൂ. മനസ്സുള്ളവർ വായിച്ചാൽ മതി, അല്ലേ? അങ്ങനെ വായിച്ചാല് വല്ലതും അർത്ഥം കിട്ടുവോ? ജീവിതത്തിലെ ചില ലക്ഷ്യങ്ങളിൽ എത്തണമെങ്കിൽ നിയതമായ മാർഗങ്ങൾ പരിശീലിക്കണം. അതിന് സഹനം, കഷ്ടപ്പാട് ആവശ്യമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു. സ്വാഭാവിക തലത്തിലെ ഇത്തരം സഹനങ്ങളെ നമുക്ക് മനസ്സിലാക്കുക എളുപ്പമുണ്ട്. പക്ഷേ ഈ നിരപരാധിയായ ഒരു മനുഷ്യൻ സഹിക്കേണ്ടി വരുമ്പോൾ, ചില മനുഷ്യരുടെയൊക്കെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ ആറ്റിടാതെ കടന്നു വരുമ്പോൾ, കടബാധ്യതകളിൽ നിന്ന് കടബാധ്യതകളിലേക്ക് നീങ്ങിപ്പോകുന്ന കുടുംബം, ഒരു കുടുംബത്തിലെ ഒരംഗത്തെ ഒരുവിധം ചികിത്സിച്ച് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് അതേ കുടുംബത്തിലെ വേറൊരംഗം ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം വരിക. ഒരേ കുടുംബത്തിൽ തന്നെ 3 അംഗങ്ങൾ ഒരേ സമയം ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു കുടുംബത്തെ കുറിച്ച് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, എന്തേ ഇങ്ങനെ മനുഷ്യൻ സഹിക്കേണ്ടി വരിക എന്ന ചോദ്യത്തിന് വിശുദ്ധ ബൈബിള് ഗൗരവമായ ഉത്തരങ്ങൾ നൽകുന്നു. ആ ഉത്തരം നൽകുന്ന ബൈബിളിലെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഏതായിരിക്കും? വെറുതെ പറഞ്ഞു നോക്കിയേ, ഏതായിരിക്കും? ഒന്ന് ചിലരൊക്കെ പറയുന്നത് ശരിയാ. ഏതാ? ജോബിന്റെ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാലക്കാർക്ക് ഹല്ലേലൂയ പറയാന് ഒരു ചെറിയ വിഷമമുള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? ദൈവത്തിന് സ്തുതി എന്നാണ്, അല്ലേ? നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ കുർബാന പുസ്തകത്തിൽ നമ്മൾ സുവിശേഷം വായിക്കും, കുർബാനക്രമത്തിൽ, അല്ലേ? കുർബാനക്രമത്തിൽ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ എന്താണ്? അച്ഛൻ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക? നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി എന്ന് പറയും. ലേഖനം വായിച്ചു കഴിയുമ്പോൾ എന്ത് പറയും? നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു കേട്ടാൽ എന്ത് പറയും? ദൈവമായ കർത്താവിന് സ്തുതി എന്ന് പറയും. ശരിയല്ലേ?
അത് തന്നെയാണ്. അത്രയും നീട്ടി പറയാൻ പറ്റാത്തതുകൊണ്ട് അത് ഹീബ്രുവിൽ ഒറിജിനൽ മൂലഭാഷയിൽ നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. എന്താണ്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന്. ഹൽ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് എന്ത് വരിക? സ്തുതിക്കുക, സ്തുതിപ്പ് എന്ന അർത്ഥം കിട്ടുന്ന ഹീബ്രു വാക്ക് വരിക. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്നാണ്. അപ്പൊ എന്തെന്ന് പറഞ്ഞ അർത്ഥം? ഹല്ലേലൂയ എന്ന് പറയും. അത് നമ്മുടെ ആരാധനാക്രമത്തിന്റെ തന്നെ ഭാഗമാണ്. ചിലർ പറയാറുണ്ട് ഈ കരിസ്മാറ്റിക്കുകാരാണ് കണ്ടുപിടിച്ചത് ഹല്ലേലൂയ എന്നുള്ള വാക്ക്. അതെയോ? അല്ല, കരിസ്മാറ്റിക് പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് ദൈവജനം പറഞ്ഞ വാക്കാണ് എന്ത്? ഹല്ലേലൂയ. അതുകൊണ്ട് ആരും അതിനെ മടി വിചാരിക്കരുത്. ഞാൻ അങ്ങനെ ഒരു കരിസ്മാറ്റിക് ഒന്നും അല്ല അച്ചോ, എന്നെ അങ്ങനെ ഹല്ലേലൂയ പറയാനൊന്നും കിട്ടിയല്ല എന്ന് ചിലര് പറയാറുണ്ട്. അത് ശുദ്ധ വിഡ്ഢിത്തമാണ്. സകല വിശ്വാസിയും ദൈവത്തിന് സ്തുതി പറയാൻ വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുകളിൽ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പണി എന്നാ? ഇറച്ചിക്കറി ഉണ്ടാക്കുവാണോ? പിടിയും കോഴിയിറച്ചി ഉണ്ടാക്കുവോ? അവിടെ ചക്ക വെട്ടിപ്പുഴുങ്ങുവോ? ഇല്ല. അവിടെ എന്നാ പണി? ദൈവത്തെ സ്തുതിക്കുക. അവിടെ ഉള്ള പണിയാണ് എന്ത്? ഈ ഹല്ലേലൂയ എന്ന് വിളിക്കുക എന്നുള്ളതാണ് അവിടെ ചെല്ലുമ്പോഴുള്ള പണി. അതിനൊരു റിഹേഴ്സലൊക്കെ വേണ്ടേ? വേണം. അതിനാണ് ഈ ധ്യാനത്തിനിടയ്ക്ക് ഞാനിങ്ങനെ ഹല്ലേലൂയ, മുകളിൽ ചെന്ന് ദൈവത്തെ സ്തുതിക്കണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ശക്തമായിട്ട് ഇപ്പോഴേ സ്തുതിക്കണം, ഇല്ലേ? മുകളിൽ ചെല്ലുമ്പോൾ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇവിടുന്നേ സ്തുതിച്ചു തുടങ്ങണം എന്ന് ഓർത്തിരിക്കും. ഷാലോം മെഗാ ഫെസ്റ്റിവൽ 2010 ഹോളി ക്രോസ് ഫൊറോന ചർച്ച്, ചേർപ്പങ്കൽ, പാലാരൂപത.